2 മുട്ട വെച്ചിട്ട് ചായക്കൊപ്പം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകുന്ന സൂപ്പർ പലഹാരം നമുക്കിത് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനോ വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് മതി. നമുക്ക് കുറഞ്ഞ ചേരുവയിൽ ഇത് തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് ആദ്യം ഒരു സവാള എടുക്കാം. ഒരു സവാള മതി. ഒരു സവാള ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. സവാള അരിഞ്ഞതിന് ശേഷം ഒരു 2 പച്ചമുളകും ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് അതുകൂടി ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കാം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്കൊരു ചായക്കടി എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളെടുത്ത് ആ സവാള ആദ്യം പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അതിനൊപ്പം കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇനി ഒരു 1/4 മുറി തേങ്ങ തിരുവിയത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി നല്ല നേർമയിലിരിക്കുന്ന ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയിൽ നിന്ന് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീരെ തിക്കാവാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഉണ്ണിയപ്പമൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മൾ കോരി ഒഴിക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, മാവിൻ്റെ തിക്നെസ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. തീരെ ലൂസാവാൻ പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമുക്കിത് ഈ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിച്ച് പൊരിച്ചെടുക്കണം. അതിന് കണക്കാക്കി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ചായക്കടി തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കാനും ഈസിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളവർ പറയണം. നമ്മളിവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ഇതിന് മുട്ടസുർക്ക എന്നാണ് പറയുന്നത്. പക്ഷേ കണ്ണൂരൊക്കെ മുട്ടസുർക്ക എന്ന് പറഞ്ഞാൽ വേറെ പലഹാരമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് മുട്ടസുർക്ക എന്ന് നമ്മൾ പറയും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പേരൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ഈ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും. നമുക്കിനി ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വളരെ രുചികരവുമാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കിത് ഓരോ തവി വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. കഴിക്കാനോ വളരെ രുചികരമാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ഇതുപോലെ കോരി ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇതാകും. ഇതിന് ഒരുപാട് സമയം വേണ്ട. ഇനി മറു സൈഡും കൂടെ നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പതുക്കെ എണ്ണ ഒന്നും തെറിക്കാതെ പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു സ്പൂൺ എടുത്താൽ മതി. നമ്മൾ ഉണ്ണിയപ്പം ചുടും പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് കോരിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. 2 സൈഡും ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. അതിന് മുട്ട വെച്ചിട്ട് നമ്മുടെ സൂപ്പർ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും തയ്യാറാക്കി നോക്കണം. അത്രയും രുചികരമാണ്. നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് അവർക്കൊരു ചായക്കടി എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ 2 മുട്ടയും ഒരു സവാളയും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി കൊടുക്കാം.